ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. ഇന്നേ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണ്. എന്നുണ്ടാക്കുന്ന പോലെയല്ല, നമുക്കൊരു ചേഞ്ച് വരുത്താം. ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഞാനേ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ച് വന്നതാണ്. കണ്ടിട്ടില്ല, അമ്മ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ്. അത് നിങ്ങൾ കഴിച്ചില്ലായിരുന്നു അന്ന്? അപ്പോൾ അത് അമ്മേനോട് ചോദിച്ച് എങ്ങനെ വെക്കുക എന്നുള്ളത് അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ആ ടേസ്റ്റ് വരുമോ ഇല്ലയെന്നൊന്നും അറിയൂല, അറിയില്ല, നോക്കുക. അപ്പോൾ ആദ്യം ഇതിൽ പാൻ ചൂടാക്കിയിട്ട് ആദ്യം മല്ലി വറുക്കണം. മല്ലിയും പിന്നെ വറ്റൽമുളകാണ് ഞാൻ എടുത്തത്. പക്ഷെ അമ്മ വറ്റൽമുളകിന് പകരം കുരുമുളകാണ് എടുത്തത്. തെറ്റിപ്പോയില്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചു മുളക് ചേർക്കണം. പിന്നെ അതിന്റെ കൂടെ എന്താ ചേർക്കുന്നത് ഇപ്പോ? ഇത് പെരുംജീരകം പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, സാദാ ജീരകം മിക്സ് ആക്കിട്ടാ. അതെല്ലാം കൂടെ ഇതിലേക്ക് ഇടുക. പിന്നെ ഏലക്കായ, പിന്നെ പട്ട, ഇത് നമ്മളിവിടെ ഉണ്ടായ പട്ടയുടെ, പിന്നെ ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല ചൂടാക്കണോ? ഒന്ന് കരിഞ്ഞു പോവാണ്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ വറുക്കണ കാര്യമല്ല ഇതിൽ തേങ്ങയെ വറുക്കണ്ട. തേങ്ങ വറുക്കണ ടേസ്റ്റാണ് ഇതിനുള്ളത്. പക്ഷെ തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണ്. പിന്നെ ഉള്ളി അരിഞ്ഞത്, വലിയ ഉള്ളി അരിഞ്ഞതും ഉപ്പും ചേർത്ത് വഴറ്റാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ഇടുന്നത്. പൊതുവെ എനിക്ക് ഇത്തിരി എരി കൂടുതലാണെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് എരി കുറയ്ക്കാൻ വേണ്ടി അത് ഞാൻ പാകത്തിന് ഇടുന്നത്. പക്ഷേ വെച്ച് കഴിയുമ്പോൾ അതെങ്ങനെ എരി കൂടുന്നത്? 2 പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് സാധാരണ എടുക്കല്. 2 പച്ചമുളക് എടുത്തിട്ടേ ഉള്ളൂ. നീ നോക്കാൻ വെക്കുക എരുണ്ടോ ഇല്ലയെന്നുള്ളത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത്, പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റുക. പിന്നെ ചിക്കൻ കറി പിന്നെ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണല്ലോ. ഇപ്പം വെക്കാതെ തന്നാലും തിന്നൂല. അങ്ങനെ തിന്നൊന്നുമില്ല. ചിക്കനെ കൊണ്ട് എന്താക്കിയാലും അതൊരു ടേസ്റ്റ് തന്നെയാണ്. അമ്മ എങ്ങനെ പഠിച്ചത്? അമ്മയ്ക്ക് എങ്ങനെ അറിയാത്? അമ്മ എങ്ങനെ പഠിച്ചെന്ന് ആർക്കറിയാം. ഞാൻ യൂട്യൂബിൽ നിന്നാണോന്നൊന്നും അറിയില്ല. യൂട്യൂബിലൊന്നും ആയിരിക്കില്ല, അമ്മേൻ്റെ പരീക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ. വേണമെങ്കിൽ അതിന് ചോദിച്ചു നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്കിതിൽ മസാല ചേർക്കാം. അത് നമ്മളെ പൊടിയൊക്കെ ചേർത്തിട്ടോ. മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ല, ഒരിത്തിരി മുളക് പൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ പൊടിച്ച മല്ലി ഇതൊക്കെ വറുത്ത പൊടി ഉണ്ടല്ലോ, എന്താ കളില്ല, നല്ല കറുപ്പ് കളറില്ല ആ പൊടിക്ക്. നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ശരിയാണല്ലോ, നല്ല സ്മെല്ലുണ്ടല്ലോ. നല്ല ഗരം മസാലന്റെ സ്മെല്ല് അല്ലേ? ഗരം മസാല പൊടിന്റെ ഒക്കെ ഒരു മണം ഉണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഏതാ ഉപയോഗിക്കണത്? ലഗോണാണോ അല്ല ബ്രോയിലറോ? ഇത് ഉപയോഗിച്ചാലും ടേസ്റ്റ് ആണ്. ഇത് വറുത്തരച്ച ഒരു ടേസ്റ്റ് അല്ലേ നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ബ്രോയിലറാണ് വാങ്ങിയത്. ഇനി അത് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ഉള്ളിയിൽ മാത്രമാണ് ചേർത്തത്. ഇനി ചിക്കനിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള പാകമൊക്കെ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇത് അത്യാവശ്യം നോക്കിയപ്പോൾ എരിവ് ഉണ്ട്. കറി ആർക്കൊക്കെ എങ്ങനെയൊക്കെ വേണ്ടത് അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാകും. നമുക്ക് കുറച്ച് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല തിളപ്പിക്കുക. പക്ഷെ ഇത് കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് അമ്മ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾക്ക് കുറെ കറി വേണമല്ലോ. നിങ്ങൾക്ക് ഡ്രൈ ആക്കിയാൽ ഇവിടെ കറി ഉണ്ടാവൂല. ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾക്ക് കറി വേണ്ടതിനെ കൊണ്ട് ഞാൻ കുറച്ച് കറി കേടായാലും പറയല്ലോ, വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ മല്ലിയിലക്ക് പകരം എടുക്കുന്നതാണ് കേട്ടോ. ഇത് ഈ ഇല, ഇത് എന്തേലും പറയാ, എന്ത് മല്ലിയില, സിലോൺ മല്ലി, ആഫ്രിക്കൻ മല്ലിയില, അങ്ങനെ എന്തോ പറയാ. നല്ല മണമാണ്. നമ്മളെ മല്ലിയിലേൻ്റെ അതേ മണമാണ് ഇതിനുള്ളത്. ഇനി മല്ലിയില ഞങ്ങളോട് വാങ്ങാൻ പറയാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാല്ലേ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് പറയല്ലേ. അപ്പൊ നമ്മളെ കറിവേപ്പിലയും കൂടെ ഇട്ടപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? വറുത്തരച്ച കറി പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങള് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. തീർച്ചയായിട്ടും പറയും, സത്യസന്ധമായിട്ട്. അമ്മ അന്ന് ഉണ്ടാക്കി അതേ ടേസ്റ്റ് ഇതിനുണ്ടോ? ഇല്ലെങ്കിലൊന്നുമില്ല, അത് കഴിക്കേണ്ടി തന്നെ വരും. ശരി, ഇനി വേറെ ഉണ്ടാക്കുന്ന വേറെ പിന്നെ അത് ഉണ്ടാക്കണേ. കുറച്ച് വെള്ളം കൂടി പോയോന്നൊരു സംശയമുണ്ട്. വേഗം മുൻകൂർ ജാമ്യം എടുത്തില്ലോ അല്ലേ? നിങ്ങൾക്ക് വെള്ളം കറി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രേവി ആക്കിയത്. ഇപ്പൊ എന്റെ പേരായി വെള്ളം കൂടി. നാളെ ആയാലും കറിയെങ്കിലും കൂട്ടാലോ. നല്ലതാ. എങ്ങനെയാണ് 4 ലെഗല്ലേ നിങ്ങൾ ടേസ്റ്റ് പറയ്, എങ്ങനെ ഉണ്ട് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയോ? വെള്ളം കൂടിയല്ലോ ടേസ്റ്റ് എങ്ങനെ?
ടേസ്റ്റ് കുഴപ്പമില്ല, നല്ല ഗരം മസാലൻ്റെ കുത്തലും. പക്ഷെ അമ്മ ഉണ്ടാക്കിയ കറീൻ്റെ ടേസ്റ്റ് അത്ര എത്തില്ല. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കറിക്ക് കിട്ടുന്നത്. തേങ്ങ വറുത്തരയ്ക്കാണ്ട് ഒരു വറുത്തരച്ച കറീൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക് യു.